ഞങ്ങളൊരു സലഫി ആദർശമുള്ള ആളുകളാണ് എൻ്റെ വീട്ടുകാർ. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. എനിക്ക് പർദ്ദ ഇടാനാണ് താല്പര്യം. പിന്നെ പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അതിഷ്ടമല്ല. ഭർത്താവിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാണ് അവർക്ക് താല്പര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഒരു ഇസ്ലാമിക ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റിയ എന്താ വെച്ചാൽ, ഈ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ജലാബീബിഹിന്നാണ്, ജിൽബാബ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഈ ജിൽബാബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗൗൺ. അതായത് നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രത്തെ മുഴുവനും മറക്കുന്ന രൂപത്തിലുള്ള ഒരു മേൽവസ്ത്രമാണെന്ത് ഈ ജിൽബാബ് എന്ന് പറയുന്നത്. അതിൽ നിന്ന്, ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദേഹം മുഴുവൻ മറഞ്ഞു നിൽക്കുക, അത് വളരെ അയഞ്ഞൊരു വസ്ത്രമായിരിക്കുക, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറയുക, ടൈറ്റ് ആവാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ പദപ്രയോഗത്തിലുണ്ട്. പിന്നെ മറ്റൊന്നുള്ളൊരു ഇതെന്താണ്, ഫൽയദ്രിബ്ന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരുടെ ശിരോവസ്ത്രങ്ങൾ അവർ മാറിടത്തിലൂടെ തൂക്കിയിടട്ടെ. അപ്പോൾ ഈ തലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴുള്ളൂ ശരീരത്തിൽ ചേർന്ന് നിൽക്കാതെക്കുള്ളൂ. മറഞ്ഞു നിൽക്കണമെങ്കിൽ മുകളിൽ നിന്ന് വസ്ത്രം താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഹിമാറിൻ്റെ, മുഖവസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതുകൊണ്ട് മറയണം എന്നുള്ളതാണ്, അത് തൂക്കിയിട്ടിട്ട്. അപ്പോൾ ഈ ഒരു തത്വപ്രകാരം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയും യോജിച്ചത് എന്താണ്, ഈ പർദ്ദയും അതേപോലെ തന്നെ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു മഫ്തയുമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇസ്ലാമികമായ ഒരു ഹിജാബിലേക്ക് വരും ഒരു പരിധി വരെ. അപ്പോൾ അതിന് തന്നെയാണ് അവർ ആഗ്രഹിക്കേണ്ടത്. അത് ധരിക്കുവാനുള്ള ഒരു ഇസ്ലാമികമായ അവകാശം, ഒരു വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാ നിലക്കും ഭർത്താവ് അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ സംഭവിക്കണത് എന്താ അറിയോ, ഭാര്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടേതാണല്ലോ. അപ്പോൾ നമ്മൾ അവരെ അനുഭവിക്കുന്നു, അവരെ കാണുന്നു, അവരെ കൊണ്ട് നടക്കുന്നു ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ, ഈ ദീനിൽ പൂർണ്ണതയില്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും കാഴ്ചപ്പാടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു ഇസ്ലാമിക നിലവാരത്തിലുള്ള ഒരു സ്ത്രീയെ ഇത്ര നിലവാരമില്ലാത്ത ഒരാൾക്ക് കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാട്ടിൽ എന്താ വെച്ചാൽ, ഒരു ദീനിയായ ഒരു നിലക്ക് വിലയിരുത്തപ്പെടാത്ത ഒരുത്തൻ്റെ കൂടെ എല്ലാ ഹിജാബുള്ള ഒരു സ്ത്രീനെ കാണുമ്പോൾ, ഈയുടെ ചങ്ങായി എന്താ എൻ്റെ അവസ്ഥ, എൻ്റെ ഭാര്യ ഭയങ്കര ദീനിയാണല്ലോ, നീ എന്താണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ചില പരിഹാസങ്ങൾ, ചില ചോദ്യങ്ങൾ, പിന്നെ ഇയാൾ ഉൾക്കൊള്ളാത്ത ഒരു സംഗതി അയാൾ ഉൾക്കൊള്ളേണ്ടി വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, തങ്ങളുടെ ദീനീ നിലവാരം അനുസരിച്ചുള്ള ഒരു വസ്ത്രം മതി തൻ്റെ ഭാര്യയ്ക്ക് എന്ന് പൊതുവെ തീരുമാനിക്കും. അത് പക്ഷേ സ്ത്രീകൾ എന്ത് ചെയ്യും, അവർ സ്വന്തമായി ക്ലാസ് കേട്ടും പഠിച്ചും ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കും, അവരത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കും. അവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം വരുന്നത്. ദീനില്ലാത്ത ഭർത്താവിന് ദീനുള്ള ഒരു സ്ത്രീയെ കൊണ്ട് നടക്കേണ്ടി വരുമ്പോഴുള്ള അയാളുടെ ഒരു പ്രയാസം. എന്നാൽ ദീനിൽ താൻ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കാൻ തനിക്ക് അനുവാദമില്ലാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനപ്രയാസം. അപ്പോൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ ഭർത്താവിനാണ് പറ്റുക. എന്തുകൊണ്ട്? ഇവരൊരു പോസിറ്റീവായ കാര്യമാണ്, നല്ല കാര്യത്തിന് വേണ്ടി. അപ്പോൾ എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, ഭർത്താവിൻ്റെ ഒരു ഇഷ്ടത്തിനും വേണ്ടിയിട്ട് ഈ വസ്ത്രത്തിലൊരു കോംപ്രമൈസ് എന്നുള്ളത് പറ്റില്ല. കാരണം ഹിജാബിൻ്റെ കാര്യത്തിലുള്ള പിന്നെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ച് ഗൗരവത്തിലാണ് പറയണത്. അതിലൊന്നാ എന്താ പറയണതെന്ന് വെച്ചാൽ, ലാ യജിദിന റിഹ, സ്വർഗം കിട്ടൂല എന്നല്ല, സ്വർഗത്തിന്റെ പരിസരത്ത് പോലും എത്താൻ പറ്റൂല എന്നാണ്. കാരണം അത് കുറച്ച് സീരിയസ് ആണ്. കാരണം അവരുടെ ഈ ഒരു രൂപം ധാരാളം പുരുഷന്മാരെ കണ്ണുകളെ ഒരു ഹറാം ചെയ്യിപ്പിക്കുകയാണല്ലോ നേരം വെളുത്ത് വൈകുന്നേരം വരെ. ഗുരുതരമാണത്. പിന്നെ അവരുടെ ജീവൻ തന്നെ സുരക്ഷിതമാവാതിരിക്കാൻ അതൊരു കാരണമായി തീരും, പല അപകടം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ വസ്ത്രധാരണം നേടിയെടുക്കാൻ ഭർത്താവിനെ പിണക്കാതെ ഒരു വളരെ തന്ത്രപരമായി നമ്മുടെ സ്നേഹവും ബന്ധവും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, അതിലൊരു ശ്രമം നടത്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതൊരു ധിക്കാരമായിട്ടോ ഭർത്താവിൻ്റെ അനുസരണക്കേടായിട്ടോ വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം, പരമാവധി
സഹകരിച്ചു കൊടുക്കാം. വീട്ടിൽ ഭർത്താവാകുന്ന സമയത്തോട് പറയാം, കിടപ്പറയിലും വീട്ടിലൊക്കെ നിങ്ങൾക്ക് എന്ത് വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചുരിദാറാണോ. അപ്പോൾ അവിടെ അവനെ കുട്ടികളും ഭർത്താവും മാത്രമേ ഉള്ളൂവെങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ല എന്ത് വസ്ത്രവും ധരിച്ചിട്ട് അയാൾക്ക് നിന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? കൈയുള്ള കുപ്പായോ കൈയില്ലാത്ത കുപ്പായോ എന്താഴ്ച ഇട്ടിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കൊടുക്കാം. എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്നെ ഇതിന് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാളെ പരമാവധി ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ